കൺഗ്രാജുലേഷൻ. എന്തിനാണെന്നറിയോ? ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം വന്നു. ആഗ്രഹം ഉണ്ടായാലും നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമോ? ഒരിക്കലും വിജയിക്കില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം. നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി 10 സ്റ്റെപ്പ് എളുപ്പമാക്കി വരുന്ന, അല്ലെങ്കിൽ ഈ പ്രകൃതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്നതാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ജീവിതം ഇങ്ങനെ ഒന്നും പോയാൽ പോരാ. കുറച്ചുകൂടി നല്ല ലെവലിലേക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായതുകൊണ്ടാണ് നിങ്ങളൊരു സ്കില്ല് പഠിക്കണമെന്ന് വിചാരിച്ചത്. ഏതെങ്കിലും ഒരു സ്കില്ല് പഠിച്ചാൽ പോരാ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. ഏതെങ്കിലും ഒരു സ്കില്ല് പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടില്ല. ആ പഠിക്കുന്ന സ്കില്ലിൽ നിങ്ങൾക്കൊരു ഹൈ ഇൻകം കിട്ടണം. ഹൈ ഇൻകം കിട്ടുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടെങ്കിലോ, അതാണ് പെർഫ്യൂമറി ക്രിയേഷൻ കോഴ്സ്. നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സെല്ല് ചെയ്യാനുള്ള ഒരു ഐഡിയയും കൂടി കിട്ടണ്ടേ? അതെല്ലാം നമ്മളിതിൽ പറഞ്ഞു തരും. നിങ്ങൾക്ക് 3 രീതിയിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാം. ഒന്നാമത്തത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു 30 കിലോമീറ്ററിൽ നമുക്ക് ഓടിയെത്താൻ പറ്റുന്ന, നിങ്ങൾ ചെറിയ രീതിയിലാണ് തുടങ്ങുന്നതെങ്കിൽ ആട്ടോ ഞാൻ പറയാൻ പോകുന്നത്, ചെറിയ രീതിയിലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഒരു 30 കിലോമീറ്ററിലുള്ള നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ, അതായത് അത് മൊബൈൽ ഷോപ്പാവാം, സ്റ്റേഷനറി കടകളാവാം, ചെറിയ സൂപ്പർ മാർക്കറ്റുകളാവാം, ഇവിടെ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വലുതായിട്ടൊന്നും നിങ്ങൾ കാട് കയറിയിട്ടൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള 8 ml ചെറിയ പെർഫ്യൂംസിൻ്റെ കാര്യമാണ്. അതായത് നിങ്ങൾക്കറിയാം, ഓരോ വർഷവും നമ്മുടെ സ്കൂളുകളിൽ 4 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആരായിരിക്കും വാങ്ങാന്നുള്ളത് നിങ്ങൾക്കറിയാം? ഒരു 8ാം ക്ലാസ് മുതലുള്ള ഒരു 25 വയസ്സ് വരെയുള്ള ആൾക്കാരായിരിക്കും ഇത് വാങ്ങുന്നത് മെയിൻലി. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 13 വയസ്സ്, ആ 13 വയസ്സുള്ള ഒരു കുഞ്ഞു മുതൽ ഒരു 25 വയസ്സ് വരെ നമ്മുടെ സെയിൽസിൽ, എക്സിക്യൂട്ടീവിൽ ഡെയിലി പോയി വരുന്ന, യാത്ര ചെയ്യുന്ന ആൾക്കാരുകൾ, അവരായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലുള്ള ട്രാവൽ പാക്ക് യൂസ് ചെയ്യുക. ഇതിന് ട്രാവൽ പാക്ക് എന്ന് പറയാം. ഈ പെർഫ്യൂംസ് മാർക്കറ്റിൽ ഇപ്പം വിൽക്കുന്നത് ഒരു 60 രൂപ മുതൽ 100 രൂപ വരെയാണ്. ഞാനിത് 100 രൂപക്കാണ് വിൽക്കുന്നത്, 99 രൂപക്കാണ് ഞാനിത് വിൽക്കുന്നത്. അതുപോലെ 60 രൂപ മുതൽ ഒരു 100 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസ്. ഇത് നമുക്ക് ഈ കോഴ്സിൽ, നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 26 രൂപ വരും. എൻ്റെ കോസ്റ്റാണ് പറയുന്നത്. ഞാൻ അത്രയും ക്വാളിറ്റിയിൽ ചെയ്യുന്നതിനെ കൊണ്ടാണ് 26 രൂപ. നിങ്ങൾ ക്വാളിറ്റി കുറച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 16 രൂപക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഡെയിലി 100 പീസ് വിറ്റാൽ നിങ്ങൾക്ക് എത്ര കാശ് കിട്ടും? ഞാൻ പറയാം, 100 പീസ് പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ 15 മിനിറ്റ് മതി. ഫില്ല് ചെയ്യാനുള്ള സമയം, സ്റ്റിക്കർ ചെയ്യാനുള്ള സമയം, അത് രണ്ടും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ക്രിയേഷനാണ് പറഞ്ഞത്. ക്രിയേറ്റ് ചെയ്യാൻ 15 മിനിറ്റ് മതി. ഈ 15 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ 100 അല്ലെങ്കിൽ 200 ആയാലും കുഴപ്പമില്ല, 15 മിനിറ്റ് തന്നെ മതി. പക്ഷേ ഫില്ല് ചെയ്യുന്നതും സ്റ്റിക്കർ ചെയ്യുന്നതും നിങ്ങളുടെ ആ സ്കില്ലിനനുസരിച്ചുള്ള സമയമെടുക്കും. 30 കിലോമീറ്ററിൽ നിങ്ങളൊരു 100 കടകൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ആ 100 കടകളിൽ നിങ്ങളിത് സപ്ലൈ ചെയ്യുക. ഇത് മാത്രം സപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നും സപ്ലൈ ചെയ്യണ്ട. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് 20 ml വിൽക്കാം, 50 ml വിൽക്കാം, 100 ml വിൽക്കാം. ഞാൻ അവിടേക്കൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 100 കടകളിൽ ഒരു ദിവസം ഒരു പീസ് വെച്ച് വിറ്റ് കഴിഞ്ഞാൽ 100 പെർഫ്യൂംസ് നിങ്ങൾക്ക് ഡെയിലി സെല്ല് ചെയ്യാൻ പറ്റും. 100 ഇൻറ്റു നിങ്ങളുടെ പ്രോഫിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം ഇതിന് എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മാർഗ്ഗമാണ്. ഇനി അടുത്ത മാർഗം, നമുക്ക് ഈ പെർഫ്യൂം സെല്ല് ചെയ്യാനുള്ള അടുത്ത മാർഗം എന്ന് പറയുന്നത് ഈ സൂപ്പർ മാർക്കറ്റുകളാണ്. സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിയ ഷോപ്പുകൾ. ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 50 ml ഇതും വിൽക്കട്ടോ. കൂടാതെ നിങ്ങൾക്ക് 50 ml 100 ml എല്ലാം നിങ്ങൾക്ക് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ അവരായിട്ടൊരു ടേംസ്, ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. അവർ ചിലപ്പം 30 ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരിക, അല്ലെങ്കിൽ 60 ഡേയ്സിലായിരിക്കും പേയ്മെൻറ്റ് തരിക. ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, സൂപ്പർ മാർക്കറ്റ് ചെയിൻസും ഉണ്ട്. അവർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
സെല്ല് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ മാർഗം നിങ്ങൾക്ക് ഇതെങ്ങനെ ഓൺലൈനിൽ സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഓൺലൈനിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ലോകം മൊത്തം ഈ പെർഫ്യൂംസ് സെല്ല് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരും നിങ്ങൾക്ക്. മൈസെൽഫ് ഫിറോസ് തേരത്ത്, ദ ഫസ്റ്റ് ഒതന്റിക് പെർഫ്യൂം ഡിസൈനർ ഇൻ കേരള. 15 വർഷത്തെ പെർഫ്യൂമറി എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. മോർ ദാൻ 20 years എനിക്ക് സെയിൽസിലും മാർക്കറ്റിങ്ങിലും എക്സ്പീരിയൻസ് ഉണ്ട്. അതും ഇവിടെയല്ല, എനിക്കുള്ളത് GCC മാർക്കറ്റിലാണ്. ഞാൻ GCC മാർക്കറ്റ് എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ GCCയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 5-10 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഞാൻ GCC മാർക്കറ്റിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള, ഏറ്റവും നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കുവൈത്താണ്. അതുപോലെ ഖത്തർ മാർക്കറ്റിലുണ്ട്, UAE മാർക്കറ്റിലുണ്ട്, സൗദി മാർക്കറ്റിലുണ്ട്. പക്ഷെ ഞാൻ കുവൈറ്റിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാം ചെറിയ ചെറിയ കടകളായിരുന്നു ഉണ്ടായിരുന്നത്. അറൗണ്ട്ലി കുവൈത്ത് താരതമ്യേന നമ്മുടെ മലബാർ ഏരിയൻ്റെ അത്രയേ ഉള്ളൂ, നമ്മളൊരു 5 ജില്ലേൻ്റെ അത്ര വ്യാപ്തിയേ ഉള്ളൂ ആ കൺട്രി. അവിടെ 3500ഓളം ചെറിയ ഷോപ്പുകളിൽ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ പിന്നീട് ഞാനൊരു 2018 ആയപ്പോൾ എനിക്കറിയാം വെറും ഒരു 100-150 കടകൾ മാത്രമായി മാറി. കാരണം അവിടെ എല്ലാം ഈ വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് വന്നിട്ട് ബിസിനസ് എല്ലാം അവർ ത്രൂ ആയി മാറി. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലും ഇപ്പം നടക്കുന്നത് എന്താ, സെയിം സംഭവം തന്നെ. ഞാൻ അവിടെ എത്തിയിരുന്ന സമയത്ത് എന്താണോ നടക്കുന്നത് ആ സ്റ്റേജിലാണ് ഇപ്പം കേരളം ഉള്ളത്. എല്ലാ മുക്കിലും മൂലയിലും ഈ സൂപ്പർ മാർക്കറ്റുകൾ വരികയാണ്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ എങ്ങനെ സെല്ല് ചെയ്യണം, അവരായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അവരോട് എന്ത് സംസാരിക്കണം, അവരെ കോൺട്രാക്ട് നമ്മൾ എവിടെയെല്ലാം ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരാൻ പറ്റും. ഇനി നമ്മൾ എന്തൊരു സെയിൽസിലേക്ക് ഇറങ്ങുന്ന സമയത്തും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് സെയിൽസ്. ഒരു ഓൺടർപ്രോണർ അല്ലെങ്കിൽ ഒരു മുതലാളി എപ്പോഴും നല്ലൊരു സെയിൽസ്മാൻ ആവണം. അവനക്ക് അവൻ്റെ പ്രോഡക്റ്റ് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും അത് വിൽക്കാൻ കഴിയാം. നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാൻ ഒരിക്കലും നമ്മുടെ എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമുക്ക് ഒരു നല്ല സെയിൽസ്മാൻ ആവണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് നന്നായിട്ട് സെയിൽ ചെയ്യാൻ അറിയണമെങ്കിൽ നമുക്ക് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. 4 അല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് 4 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് ഒരു മുതലാളിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. ഇനി രണ്ടാമത്തത്, നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൽ എക്സ്പേർട്ട് ആയിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനുള്ള ഒരു കഴിവില്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു മെൻറ്ററെ കൂടെ കൂടിയിട്ട് നമ്മളത് പഠിച്ചെടുക്കണം. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മളതിൽ നമ്മുടെ ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എക്സ്പേർട്ട് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ കസ്റ്റമർ നമുക്ക് എന്ത് തരാം, നമുക്ക് കാശ് തരാം. അവർക്കൊരു ട്രസ്റ്റ് വേണം. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം എന്താവണം, നമ്മുടെ ഫീൽഡിൽ നമ്മൾ എക്സ്പേർട്ട് ആവണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് നടത്തുന്ന ആൾ, ഒരു ഓൺടർപ്രോണറോ അല്ലെങ്കിൽ മുതലാളി എന്ത് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, നല്ലൊരു ടീം വർക്കർ ആവണം, നല്ല ടീം പ്ലെയർ ആയിരിക്കണം. നമ്മുടെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്തതോട് കൂടിയിട്ട് തന്നെ ആ ടീമിൽ കറക്റ്റായിട്ട് മിങ്കിളാവാനും കൂടിയുള്ള ഒരു കഴിവുണ്ടാവണം. ഇങ്ങനത്തെ ഈ 3 ഇമ്പോർട്ടൻറ്റ് തിങ്സിൻ്റെ കൂടെ നമുക്കറിയാം ചിത്രം വരക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവ് നമുക്ക് കുറേയൊക്കെ നമുക്ക് ഗോഡ് ഗിവൻ ഗിഫ്റ്റാണ്. അതേപോലെ തന്നെയാണ് സെയിൽസ് സ്കില്ലും. പക്ഷേ സെയിൽസ് സ്കില്ലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ലേണർ ആവുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സെയിൽസിന് പോയി കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ പ്രൈസ് ഒബ്ജക്ഷൻ ആയിരിക്കും അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇതിന് ഇത്ര വിലയില്ല എന്ന് അവരങ്ങോട്ട് കണ്ണടച്ചങ്ങോട്ട് പറഞ്ഞേക്കും. അവർക്ക് പ്രത്യേകിച്ച് കസ്റ്റമറിന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ അറിയൊന്നുമില്ല, പക്ഷെ വെറുതെ പറയും ഇത് ഇത്ര വില ഒന്നുമില്ല, ഇതിനേക്കാളും ചീപ്പായിട്ടുള്ള ഇത് വേറെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ ആ ഒബ്ജക്ഷൻ എങ്ങനെ മറികടക്കും? സിമ്പിളാണ് കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാ അല്ലേ. ഓക്കെ, നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ ഈ ആപ്പിളിൽ എന്താണ് ഇത്ര വില, ഓപ്പോ അത്ര വില ഇല്ലല്ലോ എന്നുള്ളത്? നമുക്ക് ഒരിക്കലും ഓപ്പോനെ ആപ്പിൾ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. കാരണം എന്താ, ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ലെവലിലുള്ള പ്രോഡക്റ്റാണ്, ഓപ്പോ എന്ന് പറയുന്നത് വേറൊരു ലെവലിലുള്ളതാണ്. കസ്റ്റമർ വില കൂടുതലാണെന്ന് പറയുന്ന സമയത്ത് വളരെ ഈസിയാണ് നമുക്കത് കൺവിൻസ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റിന് വില കൂടുതലെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ഓക്കെ എന്ന് പറയും. അപ്പോൾ അവരോട് പറയേണ്ടത്, നിങ്ങൾ
ആപ്പിളിനെ ആപ്പിളായിട്ടും ഓപ്പോനെ ഓപ്പോ ആയിട്ടുമാണ് കമ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും നമുക്ക് ഓപ്പോ എടുത്തിട്ട് ആപ്പിളായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കരുത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി കഴിഞ്ഞാൽ ആപ്പിളിന് ഓൾമോസ്റ്റ് 150 രൂപൻ്റെ മുകളിലായിരിക്കും ഒരു കിലോന് ഉണ്ടാവുക അല്ലേ. ഓറഞ്ച് ആണെങ്കിലോ ഒരു കിലോന് 100 രൂപക്ക് 4 കിലോ കിട്ടും. അത് വെച്ചിട്ട് ആപ്പിൾ കാണിച്ചിട്ട് നമ്മൾ ഓറഞ്ചിന് ഇത്ര വിലയുള്ളല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആപ്പിളിന് ഇത്ര വില എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഓറഞ്ചിനെ ഓറഞ്ചായിട്ടും ആപ്പിളിനെ ആപ്പിളായിട്ടും കമ്പയർ ചെയ്യാൻ പഠിക്കണം എന്നാണ്. ഇതുപോലുള്ള ഒരുപാട് സെയിൽസ് സ്കില്ലുകളുണ്ട് എൻ്റെ ഈ കോഴ്സിൽ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ സെയിൽസ് ക്ലോസ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന സെയിൽസ് മാസ്റ്ററി 1 ലക്ഷം രൂപ വാല്യൂ ഉള്ളതാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്. ഇനി നമുക്ക് വേണ്ട ഏറ്റവും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ്. നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റും വിൽക്കാൻ പറ്റുള്ളൂ. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, നമുക്കൊരു ആവറേജ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിലും കൂടിയിട്ട് നല്ല മാർക്കറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ, എൻ്റെ മാർക്കറ്റിംഗ് സ്കില്ല് അടിപൊളി ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ എൻക്വയറി അയച്ചിട്ട് എൻ്റെ അടുത്ത് വന്നത്. അല്ലാതെ നിങ്ങൾ എന്നെ ഇതിന് മുമ്പ് അറിയുന്നവരോ അല്ലെങ്കിൽ എൻ്റെ പരിചയക്കാരോ ഒന്നും അല്ലല്ലോ. നിങ്ങൾ എൻ്റെ മാർക്കറ്റിംഗ് സ്കില്ലുകൊണ്ടാണ് നിങ്ങൾ ഈ എൻക്വയറി ആയിട്ട് എൻ്റെ അടുത്ത് വന്നത്. അതുപോലെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ നിങ്ങളെ കൊണ്ട് മാർക്കറ്റ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ അറിയാത്ത കസ്റ്റമർ നിങ്ങളെ അടുത്തേക്ക് വരുത്തുന്ന ആ ഒരു സ്കില്ല്, മാർക്കറ്റിംഗ് മാസ്റ്ററി, 1 ലക്ഷം രൂപ വാല്യൂ ഉള്ളതാണ്. അത് ഞാൻ ഈ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരും. ഒരു കസ്റ്റമറെ പിന്നാലെ പോയിട്ട് പിടിക്കുന്നതും കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുന്നതും 2 ഇമ്പാക്റ്റ് ഉണ്ടാവുക. നമ്മൾ കസ്റ്റമറെ പിന്നാലെ പോകുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ഒബ്ജക്ഷൻ ഉണ്ടാവും. പക്ഷേ കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് വില. നമുക്ക് ഈസിയാണ്. അവൻ പോക്കറ്റിൽ കാശായിട്ട് വന്നിരിക്കുക, നമ്മൾ കറക്റ്റായിട്ട് അവരെ കൺവിൻസ് ചെയ്താൽ മതി, ആ സെയിൽസ് അവിടെ ക്ലോസ് ആവും. അത് മാർക്കറ്റിംഗ് പവറാണത്. മാർക്കറ്റിങ്ങിൻ്റെ വേറൊരു വേർഷൻ അല്ലെങ്കിൽ ഒരു ന്യൂജൻ വേർഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മളെല്ലാവരും ഉള്ളത് എന്താ? സോഷ്യൽ മീഡിയയിലാണ്. നിങ്ങൾ എന്നെ കാണുന്നത് എവിടാ? നിങ്ങളുടെ മൊബൈലിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള വർഷം നമുക്ക് സക്സസ്ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ വീഡിയോ എടുക്കാം, എങ്ങനെ നിങ്ങൾക്കൊരു സെലിബ്രിറ്റിയായി മാറാം. സെലിബ്രിറ്റി മീൻസ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മമ്മൂട്ടിനെ മോഹൻലാലിനെ പോലെ എല്ലാവരും ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ, പെർഫ്യൂം പഠിക്കാൻ താല്പര്യമുള്ള, പെർഫ്യൂം ക്രിയേഷൻ പഠിക്കാൻ താല്പര്യമുള്ള ഒരുവിധം ആൾക്കാർക്കൊക്കെ എൻ്റെ ഫേസ് ഇപ്പോൾ ഫെമിലിയറാണ്. പെർഫ്യൂമിൻ്റെ ബിസിനസ് ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാർക്കും. അപ്പോൾ നമുക്ക് ആദ്യം ആരെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതിന് നിഷ് മാർക്കറ്റ് എന്ന് പറയും. ആ നിഷ് മാർക്കറ്റിൽ നമ്മളൊരു സെലിബ്രിറ്റി ആയിട്ട് മാറുക. ആ സെലിബ്രിറ്റി മാറാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം ഞാൻ മാർക്കറ്റിങ്ങിൽ പഠിപ്പിച്ചു തരും. അതെങ്ങനെ നാട്ടുകാരിൽ എത്തിക്കണം വളരെ ഈസി ആയിട്ട്, ചിലവ് കുറഞ്ഞിട്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും പഠിപ്പിച്ചു തരും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ പെർഫ്യൂം സെയിൽസ് വളരെ ഈസി ആയിട്ട് മാറൂലേ. നമ്മൾ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടു, നമ്മളെ ഇക്കാൻ്റെ ആഡ് കണ്ടതിന് ശേഷം ഇക്കാനോട് എനിക്ക് ഡൗട്ടായിരുന്നു, ഇത് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് പറ്റും. ഇതിന്റെ പെർഫ്യൂമിന്റെ ലാസ്റ്റിംഗ് കൂടി ഒന്ന് അതിന്റെ പ്രോസസ്സ് മനസ്സിലായത്. താങ്ക് യു പ്രൊഫസർ. നമ്മളാൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കോഴിക്കോട് ഫിറോസ് സാഹിബിൻ്റെ അടുക്കൽ വന്നപ്പോൾ അത് അൽഹംദുലില്ലാ മനസ്സിലായി. അത് വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു. വലിയ സന്തോഷമുണ്ട്, വലിയ ഒരു നന്ദിയുണ്ട്. വന്നപ്പം സാറിൻ്റെ കീഴിൽ ഞാൻ പെർഫ്യൂം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും മണിക്കൂർ നമ്മൾ യൂസ് ചെയ്യാതെ തന്നെ, നമുക്ക് സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ പറ്റും, നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. അതിന് ഇനി ഇതൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷന്. നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇൻഗ്രീഡിയൻറ്റ്, അതായത് ആ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 3 ലക്ഷം രൂപൻ്റെ പെർഫ്യൂം സെല്ല് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ കോഴ്സിൻ്റെ കൂടെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തരും. ഇതെല്ലാവർക്കും ഇല്ല കേട്ടോ. ആദ്യം ജോയിൻ ചെയ്യുന്ന വെറും 15 പേർക്ക് മാത്രമേ ഞാൻ ഈ ഓഫർ തരുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി 2 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്കില്ല് ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൂടാതെ
നമ്മുടെ പെർഫ്യൂമറി സ്കിൽ തന്നെ മതി നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇനി ജീവിക്കാൻ. ഞാൻ പറയാം 5000 രൂപ ഉണ്ടാക്കാൻ വെറും 2 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്താൽ മതി എന്നാ. ലക്ഷക്കണക്കിന് ആൾക്കാർ 10,000 മുതൽ 20,000 രൂപ വരെ സാലറിയിലാണ് ഈ കേരളത്തിൽ ജോലി ചെയ്യുന്നത്. 30 ദിവസം ജോലി ചെയ്തിട്ടാണ് അവർക്ക് ഈ കാശ് കിട്ടുന്നത്. മിനിമം 8 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 മണിക്കൂർ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കറക്റ്റ് ആ ഡെഡിക്കേഷനോട് കൂടിയിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണോ? അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമ്മൾ കൊടുക്കുന്നത് ഹാപ്പിനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു പെർഫ്യൂം നമുക്കറിയാം, നമ്മൾ ആ പെർഫ്യൂം അടിക്കുമ്പോൾ അതൊന്ന് വരുന്ന ആ സ്മെല്ല് നമ്മുടെ ശരീരത്തിലെ ആ ഡോപ്പിനെ ബൂസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്തിട്ട് ഒരു ഹാപ്പിനെസ് ആണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അത് നമുക്കും ഹാപ്പിനെസ് ആണ്, അത് വാങ്ങുന്ന കസ്റ്റമറിനും ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത്രയും നല്ലൊരു ബിസിനസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു തരുന്നത്. അതിൻ്റെ കൂടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിംഗ് മാസ്റ്ററിയും സെയിൽസ് മാസ്റ്ററിയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം ഇതിൻ്റെ കൂടെ ഫ്രീ തരുന്നത്. ആക്ച്വലി 5 lakh rupees വാല്യൂ ഉള്ള കോഴ്സാണ് 2 ലക്ഷം രൂപക്ക് തരുന്നത്. അത് തന്നെ നിങ്ങൾക്ക് 3 ലക്ഷം സെല്ല് ചെയ്യാനുള്ള വിത്ത് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതെല്ലാവർക്കും ഇല്ല, ആദ്യം അപ്ലൈ ചെയ്യുന്ന വെറും 15 പേർക്ക് മാത്രം. ഇപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ബിസിയാണ് അല്ലേ? അപ്പോൾ ഇത് ഡെയിലി നിങ്ങൾക്ക് വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞത് അത്ര പോസിബിൾ അല്ല, എനിക്കും അറിയാം. നിങ്ങൾ വീക്കിലി 3 days വന്നാൽ മതി. ആഴ്ചയിൽ 3 ദിവസം എൻ്റെ അടുത്ത് നേരിട്ട് വന്നാൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3 ദിവസം രാവിലെ ഒരു 10 മണിക്ക് വന്നാൽ 1 മണിയാകുമ്പോൾ ക്ലാസ് തീരും. ഇനി അതല്ല നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് വരാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 o'clock വന്നാൽ ഒരു 3 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 3:30 ആകുമ്പോൾ ക്ലാസ് തീരും. ഇത്രയേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ടുള്ള സിലബസിലാണ് നിങ്ങളത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് വന്നിട്ട് ജോയിൻ ചെയ്യാവുന്നുള്ളൂ. ഇനി നോർമലി ആൾക്കാർ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര ദിവസമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ? ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നത് 1 മാസമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ഇതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ്. എംപോറിയോ പാരീസ് പെർഫ്യൂംസ് ഇന്റർനാഷണൽ കൊടുക്കുന്ന 1 month ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. സർക്കാരിൻ്റെ യാതൊരു അംഗീകാരം ഉണ്ടാവില്ല, കാരണം ഇതൊരു പ്രൈവറ്റ് ഫേമാണ്. ഇതൊരു യൂണിവേഴ്സിറ്റിയും ഇങ്ങനത്തെ കോഴ്സ് നടത്തുന്നില്ല. നമ്മൾ സ്കിൽ ഓറിയൻറ്റഡ് ആണ് നടത്തുന്നത്. നിങ്ങളിവിടെ ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, മാർക്കറ്റിങ്ങും സെയിൽസും അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കണ്ട് പഠിക്കാൻ പറ്റും. 1 year വാലിഡിറ്റി ഉണ്ടാവും. 1 വർഷം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ നിങ്ങളത് പഠിച്ചെടുത്താൽ മതി. എത്രയും പെട്ടെന്ന് പഠിക്കാനാണ് ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് പഠിക്കണോ അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ആ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ബിസിനസ്സിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. നമ്മൾ പൊതുവെ മലയാളികൾ എല്ലാത്തിനും ഇൻസ്റ്റാൾമെൻറ്റ് ചോദിക്കുന്ന ആളാണ്. ഇതിനും ചോദിക്കും ആൾക്കാർ. ഇത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. നമ്മളിൽ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. ഇതൊരിക്കലും നിങ്ങളൊരു എക്സ്പെൻസ് ആയിട്ട് കരുതിയേ ചെയ്യരുത്. ഇതിൽ 1 ലക്ഷം രൂപ നിങ്ങൾ ഫസ്റ്റ് അടയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കോഴ്സ് ബുക്ക് ചെയ്യുക 10,000 rupees അടച്ചിട്ട്. ആ കോഴ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ നമ്പറോ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനത് അറേഞ്ച് ചെയ്ത് തരും. 1 ലക്ഷം രൂപ അടക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 3 മാസം സമയമുണ്ട് അടുത്ത 1 ലക്ഷം രൂപ അടയ്ക്കാൻ. അതായത് നിങ്ങൾക്ക് ഈ പെർഫ്യൂമറി പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതും തന്നെ കാശ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ബാക്കി ബാലൻസ് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സമയമുണ്ട്. ആ ബാലൻസ് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 3 ലക്ഷം രൂപക്ക് സെല്ല് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, ആ ഇൻഗ്രീഡിയൻ്റെ കിറ്റും നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. 1 ലക്ഷം രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോഴ്സ് തുടങ്ങാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലും ഈ ഇൻഗ്രീഡിയൻറ്റ് കിട്ടണമെങ്കിലും ബാലൻസ് 1 ലക്ഷം കൂടി അടച്ചിട്ട് എപ്പോഴാണോ നിങ്ങൾ 2 ലക്ഷം കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോഴേ കിട്ടുള്ളൂ. നമ്മുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടുള്ള പുതിയ ലുലു മാളിനടുത്ത് മാങ്കാവ് ബൈപ്പാസ് ജംഗ്ഷനിൽ ട്രേഡ് ലിങ്ക് കോംപ്ലക്സ് ആണ്. ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ട്രേഡ് ലിങ്ക് കോംപ്ലക്സിലെ 3rd floorലാണ് എംപോറിയോ പാരീസ് നമ്മുടെ ഓഫീസുള്ളത്. ഈ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഓഫ്ലൈൻ ഡയറക്റ്റ് ക്ലാസ്സുകളെല്ലാം നടത്തുന്നത്. സെയിൽസിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും ക്ലാസ്സുകളൊക്കെ ഓൺലൈനായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലാണ് എടുക്കുക. ഇനി ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വരാനും ബുദ്ധിമുട്ടാണ് അല്ലേ? ചില ആൾക്കാർ ഗൾഫ് കൺട്രീസിൽ, യൂറോപ്യൻ കൺട്രീസിൽ, US-ലൊക്കെ ഉള്ള ആൾക്കാർ എനിക്ക് എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കിത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കുള്ള കിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കിറ്റ്,
അത് നിങ്ങളുടെ നാട്ടിലെ അഡ്രസ്സിൽ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകാം. എനിക്ക് അവിടെ നിങ്ങൾക്ക് ഡെലിവറി തരാൻ കഴിയില്ല, അതിനുള്ള ഫെസിലിറ്റി എൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ നാട്ടിലുള്ള ആൾക്കാരോട് ഞാൻ ഓഫീസിൽ വന്ന് പഠിക്കാനാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. പക്ഷേ പുറമേ ഉള്ളവർക്ക് അതല്ല, അവർക്ക് അത്ര ഈസി അല്ല അത് വരാൻ. ഇനി ഓൺലൈനായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്കൊന്ന് ഓഫീസിൽ വന്ന് പഠിച്ചിട്ട് ഒന്നും കൂടി ഫിസിക്കലായിട്ട് പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ വന്ന് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇൻഗ്രീഡിയൻ്റെ ക്യാഷ് നിങ്ങൾ അഡീഷണൽ അടച്ചാൽ മതി. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 5,000 റുപ്പീസ് വരും. അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. 1 മന്ത് കോഴ്സ് കഴിഞ്ഞാലും ചില ആൾക്കാർ ചോദിക്കും എത്ര മാസം സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത്. നിങ്ങൾക്ക് 1 ഇയർ മിനിമം ഞാൻ സപ്പോർട്ട് തരും. ഇനി 1 ഇയർ കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരും. ഞാനുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീടുള്ള ഒരു സംശയമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം എവിടെ കിട്ടുന്നുള്ളത്. കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അവൈലബിൾ ആണ്. ഇനി ഏറ്റവും നല്ല പ്രൈസിന് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് വാങ്ങണമെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് വാങ്ങാം. എൻ്റെയിലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അവൈലബിൾ ആണ്. നിർബന്ധമല്ല എൻ്റെ അടുത്തുനിന്ന് വാങ്ങണം എന്നുള്ളത്. നിങ്ങൾക്ക് എവിടെ നിന്നാണോ നല്ല പ്രൈസ് കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങാം. കയ്യിൽ കാശുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. കയ്യിൽ കാശില്ലാതെ നമുക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തൽക്കാലം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരിപ്പോഴെന്താണോ ചെയ്യുന്നത് അതിൽ വിജയിക്കാൻ വേണ്ടി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടുന്ന് കാശ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം നിങ്ങളുടെ ഈ പെർഫ്യൂം ബിസിനസ്സിലേക്ക് വന്നാൽ മതി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വിജയിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് കാശ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ സെപ്പറേറ്റ് സെയിൽസിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും മാത്രം കോഴ്സുകളുണ്ട്. ചെറിയ ചെറിയ കാശുണ്ട്, 5,000 രൂപൻ്റെതും 10,000 രൂപൻ്റെ എല്ലാം കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം. അതിൽ സെയിൽസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി ഒന്നിച്ചിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ബേസിക് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ, മാസ്റ്ററി ഉണ്ടാവില്ല. മാസ്റ്ററി ഞാൻ ഇതിൽ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ആ ആഗ്രഹത്തിലാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. വിജയം കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നിങ്ങൾ എടുക്കേണ്ട ആ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്ന 15 പേർക്ക് ഞാൻ ഈ 2 ലക്ഷം രൂപൻ്റെ ഈ കിറ്റ്, ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് കിറ്റ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് 15 പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാം, ഗൂഗിൾ പേ നമ്പർ വേണമെങ്കിൽ ഗൂഗിൾ പേ നമ്പർ തരാം. കോഴ്സ് ബുക്ക് ചെയ്തതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് അയക്കാൻ മറന്നു പോകരുത്. ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് വേണ്ടതെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഇവിടുന്ന് കിട്ടും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ആ സ്കാനർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഉപയോഗിച്ചിട്ടോ പേയ്മെൻറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 5,000 രൂപയാണ് നിങ്ങൾക്ക് അഡ്വാൻസ് അടയ്ക്കേണ്ടത്. നിങ്ങൾ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്നാണ് കോഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, എന്നാണ് കോഴ്സ് വേണ്ടതെന്നുള്ളത്. ആ ഡേറ്റുകളിൽ ഇവിടെ അവൈലബിൾ ആണെങ്കിൽ ആ ഡേറ്റിന് തന്നെ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളിവിടുന്ന് നിങ്ങൾക്കൊരു ഡേറ്റ് പറഞ്ഞു തരും, നിങ്ങൾക്കും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള. ഇനി ഇതെല്ലാം കണ്ടു യാതൊരു ആക്ഷനും എടുക്കാത്ത ആൾക്കാർക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. സെയിം കോഴ്സ് നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ആവും ഇതിന്. ആ സമയത്ത് എടുത്താൽ മതി. കാരണം 2 ലക്ഷം രൂപൻ്റെ പെർഫ്യൂമറി ക്രിയേഷൻ കോഴ്സും 1 ലക്ഷം രൂപൻ്റെ സെയിൽസ് മാസ്റ്ററിയും 1 ലക്ഷം രൂപൻ്റെ മാർക്കറ്റിംഗ് മാസ്റ്ററിയും. അപ്പോൾ എത്രയായി? 4 ലക്ഷം രൂപയായി അല്ലേ? 1 ലക്ഷം രൂപ വാല്യുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങും, ടോട്ടൽ 5 ലക്ഷം രൂപ. ഈ 5 ലക്ഷം രൂപക്ക് നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് വാങ്ങേണ്ടി വരും. അന്ന് നിങ്ങൾക്ക് 3 ലക്ഷം രൂപക്ക് സെല്ല് ചെയ്യാനുള്ള ആ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ.